എല്ലാം ഈ ചുറ്റും പക്ഷെ ഒന്നും കാണത്തില്ല. ഒരു മേഘമാണെങ്കിൽ ഇതൊരു മ്യൂസിയമാണ് അല്ലേ? ഇതൊരു മ്യൂസിയം പോലെയാണ്. ഇത് ഏറ്റവും ഹൈ ആയിട്ടുള്ള പീക്ക് പോയിന്റ്, ജോർജിയയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അപ്പോൾ ഇവിടെ നിന്നാൽ ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ മക്കാവ് ടവർ പോലെ വലിയൊരു ടവറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ടവറിൻ്റെ മേളിൽ നിന്നാൽ നമുക്ക് എത്ര രാജ്യം? 4 സ്റ്റേറ്റ് കാണാം. 4 സ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? കൂടാതെ സൗത്ത് കാരോലൈന, നോർത്ത് കാരോലൈന, പിന്നെ വിർജീനിയ, ജോർജിയ. 4 സ്റ്റേറ്റ് ഇതിൻ്റെ മേളിൽ നിന്നാൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു വെതർ മോശമായതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഈ മൗണ്ടൻ ഇപ്പോൾ നമ്മളിപ്പോൾ മൗണ്ടനിലാണ് നിൽക്കുന്നത്, മൗണ്ടൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷനും അതിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അത് നമുക്കൊന്ന് കാണാം. ഇത് ഇൻഫർമേഷൻ സെൻറ്റർ. ആർട്ടിഫാക്ട്സ് ആണ്. ഇവിടുത്തെ വനത്തിലുള്ള മൃഗങ്ങളും അതിൻ്റെ ഒരു അതിനെ ഒന്ന് വെച്ചിരിക്കാം നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടി. രണ്ടാനുണ്ട്. ഇവിടുത്തെ കാട്ടിലുള്ള മുയലാണിത്. ഇവിടുത്തെ മുയലിനോട് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ, മലയാളം പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. ഇത് പിന്നെ ടാക്സി ഡെർമി ചെയ്ത് വെച്ചിരിക്കുന്ന. പിന്നെ ഇവിടുത്തെ കാട്ടിലുള്ള ഇവിടുത്തെ പാമ്പായത് അണലിയാണത്. ഇവിടുത്തെ അണലി. നാട്ടിൽ നമുക്ക് അതിനോട് ഇംഗ്ലീഷ് പറഞ്ഞേ വെക്കും. ഇത് ആക്ച്വലി റാറ്റിൽ സ്നേക്ക് എന്ന് പറയും. എൻ്റെ വാല് കണ്ടോ? അത് ഇങ്ങനെ വാല് മുകളിലോട്ടിരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. റാറ്റിൽ ചെയ്യും. റാറ്റിൽ സ്നേക്ക്. ഇത് ഇവിടുത്തെ ഇന്ത്യൻ. ഇതെന്തോ ഇവിടെ? ഇത് ഇന്ത്യൻ ട്രൈബായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സ്ഥലമാണ്. റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അതൊരു ഒരു അപ്പച്ചനായത്. ഇത് അത് എന്തുവാ? തീ കായുന്നത് നമ്മുടെ ഈ ചൂട് കിട്ടാൻ വേണ്ടി തണുപ്പ് കാലത്ത് മാൻതോലിലുള്ള ഉടുപ്പായിട്ടിരിക്കുന്നത്. മാൻതോലിന്റെ ഉടുപ്പായിട്ടിരിക്കും. എന്താണ് ഷോള് മാൻതോലുകൊണ്ടുള്ള ഷോൾ ഇട്ടുണ്ട്. ഇതെന്തുവാ? ലാൻഡ് ലോട്ടറി ഗെയിമോ? ലാൻഡ് ലോട്ടറി ഗെയിം. നമുക്ക് ഗെയിം കളിക്കാം. ലോട്ടറി ടിക്കറ്റ്. So it could be a 9 or 6. Okay. You want something, right? See, which one do I want it to be? There should be this is 9. 6. Yeah. If it is 9, there's a line. 6. ഇതെങ്ങനെ? Then match with that. What do you want? 6. Yeah, there's a 6. You can press the button. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം.
അതെത്ര? 4. ആ 4 അവിടെ Yeah. So, Floyd County, no. 4. Match ticket button. Yeah, here. Press this. ആ 4 പ്രസ് ചെയ്തു. To locate your land. ആ So, this is the land. ഓ ഫ്ലോയിഡ് കൺട്രി. Yeah, the land ആണ്. ആ ഇത് അലബാമയാണ്. ആ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇത്രയും സ്റ്റേറ്റാണ് കാണാൻ നോക്കുന്നത്. ടെന്നസി, നോർത്ത് കരോളൈന, ആ അലബാമ, പിന്നെ ഏതാണ് ക്യാപ് കൗണ്ടി. നമുക്കിത് എടുത്തപ്പോൾ ആ നമ്മുടെ 23 ഫ്ലോയിഡ് കൗണ്ടി അലബാമയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നോ? അല്ല നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കാണിച്ചിരിക്കുന്നത്. ആ ഇതെന്തുവാ ഇത്? ഇത് ഇവിടെ വെള്ളക്കാർ വന്നതിന് ശേഷമുള്ള ആ ആ ഫാർമിങ്. ഇവിടെ ആൾക്കാർ കൃഷി ചെയ്യുന്ന ഓ സെറ്റിലേഴ്സ് ക്യാബിൻ. ഓ ലോഗ്സ് were rounded or hewn and notched at the ends. Cracks between the logs were തൂക്കാൻ ചൂല് വരെ ഇരിപ്പുണ്ട്. തൂക്കാൻ ചൂല് വരെ. ആ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കൃഷി ചെയ്യുവാണ്, കൃഷിയാണ്. ഇവർ വന്ന് വെള്ളക്കാർ വന്ന് സെറ്റിലായപ്പോൾ അവർ കൃഷി തുടങ്ങി. ഓക്കെ ഓക്കെ. ഇതെന്തായിരിക്കും? ഇതാണ് ഇവിടുത്തെ ട്രെയിൻ, ആദ്യത്തെ ട്രെയിനോ? ആദ്യത്തെ ട്രെയിനാ? ആ ട്രെയിനിൻ്റെ എൻജിൻ. ആ ആ ഇതിനകത്ത് കയറി ഇരിക്കാമല്ലോ നമുക്ക്. കയറാനുള്ള സംവിധാനമുണ്ട്. ആ ആ ട്രെയിനിൻ്റെ മോഡൽ, ആദ്യത്തെ ട്രെയിനിൻ്റെ എൻജിൻ്റെ മോഡലാണ്. ആ ക്ലൈമാക്സ്. ആ ആ അല്ല ഇതിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടായിരുന്നു. ആ ഓ ഇതാണ് ട്രെയിൻ. അത് ട്രെയിനിൻ്റെ എൻജിനാണ്. ആ എൻജിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ ഓ ആ പഴയ ആദ്യത്തെ ട്രെയിനിൻ്റെ എൻജിൻ മോഡലാണ്. ആ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമല്ലോ അല്ലേ? ആ ആ ആ ആ ആ ഓ ഇതെല്ലാം ഇവിടെ അവർ തന്നെ അതിനകത്ത് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ക്യാബിന്, ബെല്ല്, സ്മോക്ക് സ്റ്റാക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിനകത്തോട്ട് കയറുക. ആ ട്രെയിനകത്തോട്ട് കയറുക. ആ ആ ഓക്കെ. ആ ഇതാണ് ട്രെയിനിലാണ് നമ്മൾ. Deeded Brasstown Ball over to the state of Georgia, so we could build a permanent lookout tower. അതിൻ്റെ ചരിത്രം, ഈ ട്രെയിൻ ചരിത്രം പറയുവാണ്. ആ ഇതാണ് മക്കാവ് ടവർ. മക്കാവ് ടവർ പോലെ ഇവിടുത്തെ ടവർ, ഏറ്റവും വലിയ ടവർ. ഇത് നമ്മുടെ തടി ഇറക്കുന്നതാണ്. ആ അതെ, നാട്ടിലെ തടി ഇറക്കുന്നതാണ്. അത് 2 സൈഡിലായിട്ട് പിടിക്കും അല്ലയോ? ഇങ്ങനെയാണ് തടി ഇറക്കുന്നത്. ആ അതെ 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 അതെ. ഇനി ബാക്കിയോടെ അർത്ഥം അങ്ങ് താഴെ പോവും. അതുകൊണ്ട് വേണ്ട, അത് പ്രശ്നമാവും. ആ കാട്ടുപന്നിയാണോ? പോലുള്ള ഒരു സാധനമാണ്. ആ ഓ കുറുക്കനാ. നമ്മുടെ നാട്ടിലെ കുറുക്കനല്ല. ഓ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചറാണ്. ആ In Alabama, I worked with local clubs and city planners on the first Trails to Trails project. This turned do not. It preserves our forest heritage. Modern management of forest resources requires knowledge of hydrology, soils, wildlife biology, engineering, forestry, and of course, people. ഇതൊരു ഡോഗാണോ, പട്ടിയാണോ? ഇതും കുറുക്കനാ. അത് കലമാൻ. Yes, forestry has changed. ഇതാണ് ഇവിടുത്തെ മാനാണ്.
woods, the animals, and the people. ഓ 5-10 വർഷത്തിനിടയിലുള്ള മാനാണ്. Maintain healthy. ആ പ്രായം ഉള്ള മാനിനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് പൂച്ചയാണ്. കണ്ട പുലി പോലെ കണ്ട പൂച്ച പോലെ ഇത് പുലി പോലാണ്. കണ്ടോ? കാട്ടുപൂച്ചയാണ്. ആ എടോ അത് കണ്ടോ പുലിയെ പോലെ ഇരിക്കുന്നു. അതാ ഇതാണ് ഇവിടുത്തെ കാട്ടുപൂച്ച. ആ ലോക്കൽ കാട്ടുപൂച്ച. ഇതാണ് ഇവിടുത്തെ ലോക്കൽ കരടി. അത് ഒന്നാണും ഒന്ന് പെണ്ണുമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ആ സൈസും വ്യത്യാസമുണ്ടോ കണ്ടിട്ട് അതുപോലൊക്കെ തോന്നുന്നു. നമ്മുടെ ഗൈഡ് പറയുന്നത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ ആ ഗൈഡിനും അറിയത്തില്ല. ആ മിക്കവാറും വിദഗ്ധ പരിശോധന വേണമെന്നാണ് ഗൈഡ് പറയുന്നത്. വിദഗ്ധ പരിശോധന വേണ്ടി വരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. നമ്മളിത് അറ്റ്ലാന്റയിലെ ജോർജിയ സ്റ്റേറ്റിലെ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് അതൊരു മൗണ്ടനാണ്. പക്ഷേ ഇതിപ്പം കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇത് മുകളിലോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. എന്നാലും നമ്മൾ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ഇനി മേളിലൊരു ടവറുണ്ട്. ആ ടവറിൽ നമുക്ക് കയറാം. നമ്മൾ ആളുകളെയൊക്കെ വിസിറ്റേഴ്സിനെ കയറ്റുന്നതാണ്. ആ ടവറൊന്ന് കാണാം. ഇതാണ് ആ ടവർ. അതിൻ്റെ ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മോശമായുണ്ട്. ഇപ്പോൾ മഞ്ഞ് മൂടി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മേളിലോട്ട് കയറ്റി വിടത്തില്ല. അത് അപകടം ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് മേളിലോട്ട് കയറ്റി വിടുന്നില്ല. ഇപ്പോൾ എന്നാലും നമ്മൾ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ 4 സ്റ്റേറ്റുകൾ ഇതിൻ്റെ ചുറ്റുമുള്ള 4 സ്റ്റേറ്റുകൾ നമുക്ക് കാണാവുന്നതാണ് അവർ പറയുന്നത്. അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റാണ്? എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ടെന്നസി, സൗത്ത് കാരോലൈന, നോർത്ത് കാരോലൈന, അലബാമ. അങ്ങനെ 4 സ്റ്റേറ്റുകൾ, ഇതിനോട് അടുത്ത് കിടക്കുന്ന 4 സ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റും, ഈ ടവറിൻ്റെ ചുറ്റും നടന്നാൽ നമുക്ക് കാണാം. ഇപ്പം നമുക്കിതിനകത്ത് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട്, മൂടൽമഞ്ഞായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. നമുക്ക് കാലാവസ്ഥ വളരെ മോശം കാലാവസ്ഥ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ വളരെ മനോഹരമായിരിക്കുന്നു ഈ ടവർ. ഞാൻ പണ്ട് പോയിട്ടുണ്ട് മക്കാവ് ടവറിൽ ഇതുപോലെയാണ്. മക്കാവ് ടവർ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചൈനയുടെ ഒരു ഭാഗം മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. മൗണ്ടൻ കണ്ടില്ലേ? ഇതിൻ്റെ ടോപ്പിൽ പോയി നിന്നാൽ നമുക്ക് കയറി കാണാൻ പറ്റും. വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് അങ്ങോട്ട് കയറ്റി വിടാത്തത്. ഇത് നല്ലൊരു അനുഭവമാണ് അറ്റ്ലാന്റയിൽ വരുന്നവർക്ക്, ജോർജിയയിൽ വരുന്നവർക്ക്. ഈ മൗണ്ടൻ്റെ മേളിൽ നമ്മൾ വന്നെങ്കിൽ ഇതിൻ്റെ ഈ ചുറ്റും നമുക്ക് കാണാൻ പോകുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ഇതിനകത്തൊരു തിയേറ്ററുണ്ട്. ആ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തിയേറ്ററിൽ അവർ ഫിലിം നമ്മളെ കാണിക്കും. അതിട്ട് ആ ഫിലിം കാണുമ്പോൾ നമുക്ക് മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ആ തിയേറ്റർ ഒന്ന് കാണാം. തിയേറ്ററിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ആ തിയേറ്ററിൽ ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു 50 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സീറ്റുകൾ. നല്ല സീനറി. ഇതാണ് സ്ക്രീൻ. ഈ സ്ക്രീനിലാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് സ്ക്രീൻ. ഈ സ്ക്രീനിൽ കാണിക്കും. അതെ, നമ്മളിപ്പം മൗണ്ടൻ്റെ മേളിലോട്ട് കയറുകയാണ്. മൗണ്ടൻ്റെ മേളിലോട്ട് നമ്മൾ കയറുക. എന്നാലും താഴെ നമുക്ക് കാണാൻ പറ്റില്ല. താഴെ മൊത്തം ഈ മൂടൽമഞ്ഞ് കിടക്കുകയാണ്. ഉണ്ടോ? മൂടൽമഞ്ഞ് കിടക്കുകയാണ്. താഴെ നമുക്ക് കാണാൻ പറ്റില്ല. മറ്റേത് ഇതിൻ്റെ ഈ മൗണ്ടൻ്റെ 4 ഭാഗത്ത് നിന്നാൽ, ഓരോ ഭാഗത്ത് നിന്നാൽ ആ ഭാഗത്ത് ഒരു സ്റ്റേറ്റ് കാണാം. അങ്ങനെയായിരുന്നു. 4 ഭാഗത്തും 4 സ്റ്റേറ്റ് കാണാം. അങ്ങനെയായിരുന്നു. നമ്മൾ മൗണ്ടൻ്റെ മേളിൽ കയറി. പക്ഷേ നമുക്ക്
സ്റ്റേറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഈ മഞ്ഞ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് സ്റ്റേറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല, കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട്. ഇത് വീണ്ടും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഇത്രേ ഉള്ളൂ ഇവിടെ. അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്നതാണ്. ഇത് ക്ലോസ് ചെയ്തിരിക്കുക. ഇത് ഇപ്പോൾ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുക. നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റില്ല. കയറാൻ പറ്റുന്ന മാക്സിമം ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊന്നും കാണാൻ പറ്റില്ല, സ്റ്റേറ്റൊന്നും കാണാൻ പറ്റില്ല. ഉണ്ടോ, ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബൈനോക്കുലറുണ്ട്. ആ ബൈനോക്കുലറിലൂടെ നമുക്ക് പക്ഷേ ഈ ബൈനോക്കുലറിലൂടെ നമുക്ക് കാണണമെങ്കിൽ ഇതിനകത്ത് കോയിൻ ഇടണം. ഇപ്പോൾ ഇവിടുത്തെ കോയിന് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട്, എൻ്റെ കയ്യിൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല. അതിനകത്ത് ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇൻസേർട്ട് ക്വാർട്ടർ പുഷിൻ. പക്ഷേ അതിനകത്ത് നമുക്ക് ഇതിലേക്കൂടെ കോയിൻ ഇടുന്നത്. പക്ഷേ കോയിൻ ഇടാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലൂടെ കാണാനും പറ്റില്ല. വരുന്നവർക്ക്, ടൂറിസ്റ്റുകൾക്ക് ഈ ബൈനോക്കുലറിലൂടെ സ്റ്റേറ്റ്, ഈ ഭാഗത്തെ സ്റ്റേറ്റ് കാണാൻ പറ്റും. ഇങ്ങനെ ബൈനോക്കുലർ വച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്ക് കാണാം. പക്ഷേ അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നല്ലൊരു അനുഭവമാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ജോർജിയയിൽ വരുന്നവരൊക്കെ, പ്രത്യേകിച്ച് അറ്റ്ലാന്റയിൽ വരുന്നവർക്കൊക്കെ ഇത് കാണാൻ സൗകര്യമുണ്ട്, കാണാവുന്നതാണ്.